വിശിഷ്ട അതിഥികളെ, ഞങ്ങളിപ്പോൾ കുരിശുമലയിലാണേ. തിരുവനന്തപുരത്തിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററോളം സഞ്ചരിക്കാനായിട്ടുണ്ട് ഈ തെക്കൻ കുരിശുമലയിൽ എത്തുവാനായിട്ട്. തിരുവനന്തപുരത്തു നിന്നും പാപ്പനംകോട്, മലയൻകീഴ്, കാട്ടാക്കട, വെള്ളറട, അമ്പൂരി വഴി നമുക്ക് ഈ തെക്കൻ കുരിശുമലയിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും. കൂടാതെ NH വഴി നമുക്ക് ഈ തെക്കൻ കുരിശുമലയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ്. പാപ്പനംകോട്, ബാലരാമപുരം, നെയ്യാറ്റിൻകര വഴി നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. കുരിശുമലയിൽ കയറുക എന്ന് പറയുന്നത് വളരെ അതിസാഹസികമായിട്ടുള്ള ഒരു പണി തന്നെയാണ്. കുത്തനെയുള്ള പാറകൾ കടന്നു വേണം ആ കുരിശ് നിൽക്കുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ടുള്ളത്. വളരെയധികം കഠിനാധ്വാനം നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് ഈ കുരിശുമലയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുന്ന യാത്ര കൂടിയാണ് ഈ കുരിശുമല യാത്ര. 1957 ഇവിടെ കുരിശ് സ്ഥാപിച്ചത്. അന്നു മുതൽ അനേക തീർത്ഥാടകർ ക്രിസ്തുവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട നാളുകളിൽ ഇവിടെ തീർത്ഥാടകരായിട്ടും അല്ലാതെയും കാഴ്ചക്കാരായിട്ടും ഒക്കെ കടന്നു വരുന്നുണ്ട്. മുകളിലുള്ള 14ാമത്തെ കുരിശിൻ്റെ അടുക്കൽ എത്തുന്നവരെയും ആ പാതകളിലൊക്കെ വഴിയരികിലൊക്കെ ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുടിവെള്ളവും മറ്റ് സ്നാക്സും മുതലായ വസ്തുക്കളൊക്കെ വിൽപ്പനയ്ക്കായിട്ട് അവിടെ വച്ചിട്ടുണ്ട്. കുരിശുമലയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള ദൃശ്യം വളരെ മനോഹരമാണ്. അങ്ങനെ കുരിശുമല താഴെ നിന്ന് മുകളിലേക്കുള്ള അതിസാഹസികമായ യാത്ര കഴിഞ്ഞ് മുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കവിടെ കുരിശ് കാണുവാനായിട്ട് കഴിയും. ആ കുരിശ് വളരെ അടുത്ത് നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയില്ല. സാഹസികമായ യാത്രയും കഴിഞ്ഞ് അങ്ങനെ ഏറ്റവും മുകളിലുള്ള ടോപ്പ് സ്റ്റേഷനിലുള്ള കുരിശിൻ്റെ അടുത്തെത്തി. അവിടെ ക്രിസ്തുവിനോട് പ്രാർത്ഥനയും ചൊല്ലി താഴെ നിന്ന് മേടിച്ചു വന്ന മെഴുകുതിരിയും അവിടെ കത്തിച്ചു. അല്പനേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മലയുടെ മുകളിൽ നിന്നുള്ള പ്രകൃതി സൗന്ദര്യം മതിവോളം ആസ്വദിച്ചു. ആ കുരിശുമലയുടെ സമീപത്തുള്ള ഒരു സ്റ്റോളിൽ നിന്നും ടിന്നിൽ ലഭിക്കുന്നതായിട്ടുള്ള ഒരു നേർച്ച പായസവും വാങ്ങി അവിടെ നിന്നും കഴിച്ചതിന് ശേഷം കുരിശിൻ്റെ സമീപത്തു നിന്നും നോക്കുമ്പോൾ കാണുന്ന പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യഭംഗി ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. അവിടെ നിന്നും കണ്ണത്ത ദൂരത്ത് നീണ്ടുകിടക്കുന്ന മലനിരകളെ കാണുവാൻ എന്ത് ഭംഗിയാണ്. കുരിശുമലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കാളിമലയിൽ സ്ഥിതി ചെയ്യുന്ന കാളിയമ്മൻ ക്ഷേത്രം എന്നിവ നമുക്ക് ഈ കുരിശുമലയിൽ നിന്നാൽ കാണുവാനായിട്ട് കഴിയും. രാത്രി സമയത്തും പ്രഭാത സമയത്തും കുരിശുമല കയറുന്നവർക്ക് മതിവരുവോളം നമ്മെ തലോടിപ്പോകുന്ന തണുത്ത കാറ്റ് ആസ്വദിക്കുവാനായിട്ട് കഴിയും. കുരിശുമല കയറി വരുന്ന പാതകളിലെ ഇരുവശങ്ങളിലുമുള്ള സ്ഥലങ്ങളൊക്കെ പല പല വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. ആയതിനാൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു യാത്രയുമായി വീണ്ടും നമുക്ക് കാണാം.